നമ്മുടെ സിജോ ഇപ്പൊ ലൈവിൽ ഇരുന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു, ശരിക്കും ഞെട്ടിച്ചു പറഞ്ഞു. ഷോക്കിംഗ് ആയിരുന്നു സിജോ ആ പറഞ്ഞ കുറച്ച് പോയിന്റുകളാണ്. അതെന്താണെന്ന് പറയാം. ഗബ്രി പോയാലും പ്രേക്ഷകർ ജാസ്മിന്റെ ഗെയിം കാണാൻ വേണ്ടി കാത്തിരിക്കും. വാട്ട്സ് നെക്സ്റ്റ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കും. ഉടനെ അഭിഷേക് 100% എന്ന് പറയുന്നു, ശരിവെക്കുന്നു. അപ്പോൾ സായി ജാസ്മിൻ ഉറപ്പായിട്ടും കളിക്കുമെന്ന് പറഞ്ഞ് ശരിവെക്കുന്നു. സാറ്റർഡേ എപ്പിസോഡ് കാര്യമായിരിക്കും, പക്ഷെ സൺഡേ മുതൽ ഓൺ ആവും എന്ന് സിജോ വീണ്ടും പറയുന്നു. അതുപോലെ സിജോ പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ ഈ ആഴ്ച ഉണ്ടാവും എന്നുള്ളത്. അത് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബിഗ് ബോസ് ക്രൂവിനെ ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന കാര്യമാണ് പുള്ളി ഉദ്ദേശിച്ചത്. അതവിടെ നിൽക്കട്ടെ. സിജോ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ ആ ഒരു കാര്യം അത് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. ജാസ്മിൻ കുറെ കൂടി ഓൺ ആവും ഗബ്രിയുടെ എവിക്ഷനോട് കൂടി. പിന്നെ ഇതിലെ മറ്റൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഔട്ട് ആവുമെന്ന് സിജോയ്ക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഇന്ന് കാണുന്നത് ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നടന്ന സംഭവങ്ങളാണ്. സിജോയ്ക്ക് എന്താ സിക്സ്ത് സെൻസോ മറ്റോ ഉണ്ടോ? അതോ സിജോയ്ക്ക് എല്ലാ വിവരങ്ങളും അറിയാവോ? ഗബ്രിക്ക് പ്രേക്ഷക പിന്തുണ കുറവാണ് എന്നുള്ള വിവരം സിജോയ്ക്ക് അറിയാമോ? എനിക്കറിയത്തില്ല കേട്ടോ. അധികം നാൾ ഗബ്രി അവിടെ കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളത് സിജോയ്ക്ക് അറിയാവുന്ന കാര്യമായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. എന്തായാലും എന്നെ ഞെട്ടിച്ചു കളഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സിജോ ആ പറഞ്ഞത്. ഗബ്രി ഔട്ട് ആയാൽ ജാസ്മിൻ ഓൺ ആവുമെന്ന്. സിജോയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റാൻഡോ സ്റ്റേറ്റ്മെന്റോ ഒന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല.